السلام عليكم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. ഖിയാമത്ത് നാളിൽ എല്ലാവരും അവരുടെ ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തു വരികയും അള്ളാഹുവിൻ്റെ മുമ്പിൽ യാതൊരു മറയുമില്ലാതെ വിചാരണക്ക് ഹാജരാവുകയും ചെയ്യുമ്പോൾ ഭൂമിയിൽ വെച്ച് നേതാക്കളും അനുയായികളുമായി പരസ്പരം സഹകരിച്ച് വർത്തിച്ചിരുന്ന അവിശ്വാസികൾ തമ്മിൽ നടക്കുന്ന ഒരു സംസാരമാണ് അള്ളാഹു ഈ ആയത്തിൽ പറയുന്നത്. ആ പാവങ്ങൾ പറയുകയാണ് നേതാക്കന്മാരോട്, നിങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരായിരുന്നല്ലോ, നിങ്ങളുടെ ചൊൽപ്പടിക്ക് കീഴടങ്ങിയവരാണ് ഞങ്ങൾ, അതുകൊണ്ട് ഈ ദുർഗതിയിൽ ഞങ്ങൾ എത്തേണ്ടി വന്നത്. ഇനിയിപ്പോൾ വല്ല രക്ഷയും ഞങ്ങൾക്ക് നൽകുവാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് അനുയായികൾ നേതാക്കളോട് ചോദിക്കുന്നു. അപ്പോൾ നേതാക്കന്മാർ പറയുന്നത്, അയ്യോ ഞങ്ങൾക്ക് നൽകുവാൻ തന്നെയും നേർമാർഗത്തിലായിരിക്കാൻ ഭാഗ്യമുണ്ടായില്ല, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കുക? ഇനി നാം ക്ഷമിച്ചാലും ക്ഷമിച്ചില്ലെങ്കിലും ഒരുപോലെ തന്നെ രണ്ടായാലും നാം ശിക്ഷയ്ക്ക് അർഹരായിരിക്കുന്നു. ശിക്ഷ അനുഭവിക്കുകയല്ലാതെ ഇനി മറ്റൊരു പോംവഴിയും നമുക്കില്ല. ഇതായിരിക്കും നേതാക്കന്മാരുടെ മറുപടി. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിശ്വാസികളിലുള്ള മേലേക്കടയിലുള്ളതും താഴേക്കടയിലുള്ളതും തമ്മിൽ പരലോകത്ത് വെച്ച് നടക്കുന്ന പല സംഭവങ്ങൾ, ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, ഒഴിഞ്ഞുമാറൽ, കുറ്റസമ്മതങ്ങൾ എന്നിവയെപ്പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റ് സൂറത്തുകളിൽ പല സ്ഥലത്തായിട്ടും പ്രസ്താവിച്ചിട്ടുണ്ട്. അവയിൽ ചിലത് മഹ്ശറയിൽ വെച്ചും ചിലത് നരകത്തിൽ വെച്ചുമായിരിക്കും നടക്കുന്നുവെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നാം ഓരോരുത്തരും മറ്റുള്ളവർ പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കാതെ അന്ധമായി അവരുടെ പിൻപറ്റുന്നത് കൊണ്ട് നമുക്ക് വരാൻ പോകുന്ന അപകടത്തെപ്പറ്റിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ നമുക്ക് താക്കീത് നൽകുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.